കാട്ടാന ഭീതിയിലാണ് ഇടുക്കി ഉപ്പുതറയിലെ കർഷകർ. രാത്രി എന്നോ പകലെന്നോ ഭേദമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 7-4 വാർഡുകളിൽ ഉൾപ്പെട്ട മക്കപതാൽ, കൂപ്പുപാറ മേഖലകളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. ഇതോടെ പകൽ സമയം പോലും ഭീതിയോടെയാണ് ആളുകൾ വീടുകളിൽ കഴിയുന്നത്. കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാനും കർഷകർക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുകയാണ്. വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്ന പ്രഖ്യാപനം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. ഞങ്ങൾ ഇവിടെ ഒരാഴ്ചയായിട്ട് സ്ഥിരം ആനശല്യമാണ്. രാവും പകലും ഇല്ലുന്നില്ല. പകല് 1:30 മണിക്കും രാത്രിയും വെളുക്കോളം ഇവിടെ ആനയുടെ ശല്യം കൊണ്ട് കാരണം ഞങ്ങൾക്ക് കടന്ന് ഉറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയായി. ഒരാഴ്ചയായി ഞങ്ങൾ ഉറങ്ങിയിട്ട്. ഞങ്ങൾക്ക് കാപ്പിക്കുരു പോലും പറമ്പിലിറങ്ങി പറിക്കാൻ ഭയമായി. ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്നും ഇത് അന്വേഷിക്കാനോ ഒന്നും വരുന്നുമില്ല. അവർ സോളാറിൻ്റെ വേലിക്ക് 3 വർഷത്തോളമായി അത് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞ് പോയിട്ട്, പക്ഷേ ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഇല്ല. ഈ മൃഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണം. കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിലെത്തിയ രാജേഷ് എന്ന കർഷകനെ കാട്ടാന ആക്രമിച്ചു. ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. തെങ്ങ്, കമുക്, പന, ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. കാക്കത്തോട് വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നത്. വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുവാൻ വനവകുപ്പ് അധികൃതർ ശാശ്വതമായി നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.